ഹായ് ഓൾ, വെൽക്കം ടു അമ്മൂസ് ആൻഡ് അപ്പോസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ച വളരെ സൂപ്പറായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ബീഫ് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നെയ്യോടുകൂടി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ പീസ് തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 12 അല്ലി വെളുത്തുള്ളിയും വലിയൊരു പീസ് ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ കിട്ടുന്ന ബീഫിന് കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളമൊന്ന് ചേർത്തതിന് ശേഷം നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഒരു 7 വിസിലോളം വേണ്ട വരും. ഓരോരുത്തരുടെയും കുക്കറിൻ്റെയും ഫ്ലെയിമിൻ്റെയും വ്യത്യാസം അനുസരിച്ച് നിങ്ങൾക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതാ ഒരുവിധം ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു കളർ ചേഞ്ചൊക്കെ ആയി വരുമ്പോഴത്തേക്കിനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത ശേഷം ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കളർ ചേഞ്ചൊക്കെ ഒന്ന് വന്ന് ഒരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
ഒരു 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചക്കൊത്തൊക്കെ മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിന് പച്ചക്കൊത്തൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഈ ബീഫ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം വരുന്നുണ്ട്, വെള്ളവും നെയ്യും എല്ലാം കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അവസാനം ഉപയോഗിക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ഇതിനകത്തൊന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്തേണ്ടതാണ്. നിങ്ങൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് അതിലേക്ക് ബാക്കി വരുന്ന വെള്ളവും നെയ്യും എല്ലാം കൂടിയുള്ള ആ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് മതി. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രീതിയിൽ ബീഫ് റോസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.